പുസ്തകം ഇപിയുടേത് തന്നെ എന്നുള്ള ഒരു സ്ഥിരീകരണമാണ് വരുന്നത്. ഇപിയും ഡിസിയും തമ്മിൽ കരാറിൽ ഏർപ്പെട്ടിരിക്കുന്നു. സാങ്കേതിക പ്രശ്നം മൂലം പ്രസാധനം നീട്ടിവെക്കുന്നു എന്നാണ് വിശദീകരണം. ഉള്ളടക്കത്തെ സംബന്ധിച്ച കാര്യങ്ങൾ പുസ്തകം പ്രസിദ്ധപ്പെടുത്തുമ്പോൾ വ്യക്തമാക്കുമെന്നും ഡിസി ബുക്സ്. എന്നാൽ പുറത്തു വന്ന പുസ്തകത്തിലെ വിവരങ്ങൾ ഡിസി നിഷേധിച്ചിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. യെസ്, ജോസി ബാബു ഉണ്ട് വിവരങ്ങൾ നൽകാനായി. ജോസി, എന്തായാലും ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന വിവരങ്ങൾ അത് ഡിസി പറയുന്നുണ്ട്. പുസ്തകത്തിലെ ഉള്ളടക്കത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ അത് പുസ്തകം പ്രസിദ്ധപ്പെടുത്തുമ്പോൾ വ്യക്തമാകുമെന്നാണ് ഡിസി പറയുന്ന വിശദീകരണം. അതായത് ഈ ഉള്ളടക്കവുമായി ബന്ധപ്പെട്ട് ഇപ്പോഴുയരുന്ന വിവാദങ്ങളിൽ ആ ഉള്ളടക്കത്തിൽ ഇപി പറഞ്ഞതുപോലെ താൻ എഴുതാത്ത കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടോ എന്നുള്ള സംശയങ്ങളൊക്കെ വരുന്നു. പക്ഷെ അതിനൊരു കൃത്യമായ ക്ലാരിഫിക്കേഷൻ ഈ ഡിസിയുടെ വിശദീകരണത്തിലും ഉണ്ടാകുന്നില്ല എന്നല്ലേ മനസ്സിലാകേണ്ടത് ജോസി? ജിൽസി, ഔദ്യോഗികമായി ഇത്തരത്തിലുള്ള കാര്യമാണ് അവർ പ്രതികരണമായി നൽകുന്നതെങ്കിലും നമുക്ക് അനൌദ്യോഗികമായി പറയാൻ കഴിയുക, അല്ലെങ്കിൽ ഡിസി ബുക്സിന്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളിൽ നിന്ന് ലഭിക്കുന്ന വിവരം അനുസരിച്ച് ഇത്തരത്തിലുള്ള ഒരു കരാർ ഉണ്ടെന്നുള്ളത് നമുക്ക് സ്ഥിരീകരിക്കാൻ കഴിയുന്നുണ്ട്. ഇ.പി. ജയരാജനുമായി ഈ ആത്മകഥ എഴുതുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കരാർ ഉണ്ടായിരുന്നു എന്ന് ഡിസി സ്ഥിരീകരിക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില തിരുത്തലുകളും അതിന്റെ കൂട്ടിച്ചേർക്കലുകളും ഒക്കെയും ഇ.പിയുമായി ആശയവിനിമയം നടത്തുകയും ഇ.പിക്ക് അയച്ചു നൽകുകയും ചെയ്തു എന്നും അടക്കമുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തത വരുന്നുണ്ട്. അക്കാര്യം അവർ സ്ഥിരീകരിക്കുന്നുണ്ട്. പക്ഷെ അത് ഔദ്യോഗികമായി അവർ പിന്നീട് ഇതിന്റെ രേഖകൾ അടക്കം പുറത്തുവിട്ടുകൊണ്ട് അല്ലെങ്കിൽ പുസ്തകം പ്രസിദ്ധീകരിക്കുന്ന ഘട്ടത്തിൽ അക്കാര്യങ്ങൾ പറയുമെന്നാണ് ഇപ്പോൾ പറയുന്നത്. എന്നാൽ നമുക്കിപ്പോൾ സ്ഥിരീകരിക്കാൻ കഴിയുന്നത് ഇത്തരത്തിലുള്ള ഒരു കരാറുണ്ട്. ആ കരാർ വഴി തന്നെയാണ് ഈ നടപടികളിലേക്ക് ഡിസി കടന്നതും ഡിസി പ്രസാദത്തിന്റെ അന്തിമഘട്ടത്തിലേക്ക് എത്തിയത് എന്ന് പുസ്തകത്തിന്റെ വിവരങ്ങൾ പുറത്തു വരികയും ചെയ്തത്. ഈ പുസ്തകത്തിലുള്ള വിവരങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെ ഈ വിവാദങ്ങൾ കത്തിപ്പെടുന്നതിനിടെയാണ് ഇപ്പോൾ ഡിസി ബുക്സ് ഇക്കാര്യത്തിലൊരു ഔദ്യോഗിക വിശദീകരണം ഇപ്പോൾ ഫേസ്ബുക്ക് കുറിപ്പിൽ നൽകുന്നത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ നമുക്ക് ഈ വിവരം സ്ഥിരീകരിക്കാനും കഴിയുന്നത്. കരാർ ഉണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വന്നിരിക്കുന്നു. കരാറിന്റെ വിശദാംശങ്ങൾ തീർച്ചയായും വരും ദിവസങ്ങളിൽ, വരും മണിക്കൂറുകളിൽ ഡിസി ബുക്സ് പുറത്തുവിടും എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഡിസി ബുക്സിന്റെ പ്രധാന ചുമതലയുള്ള ഡിസി രവി യുഎഇയിലാണ്. യുഎഇ പുസ്തക മേളയുമായി ബന്ധപ്പെട്ടുകൊണ്ട് യുഎഇയിലാണ്. ഒരുപക്ഷെ ഡിസിയുടെ പബ്ലിക്കേഷൻസ് മാനേജറിന്റെ ഒരു പ്രതികരണം ഇത് സംബന്ധിച്ച് ഉണ്ടായേക്കും. ഇ വി ശ്രീകുമാർ ഇത് സംബന്ധിച്ചുള്ള ഒരു പ്രതികരണം നടത്തുമെന്നാണ് കരുതുന്നത്. എന്തായാലും അദ്ദേഹത്തെ ഡിസിയുടെ നേരിട്ടുള്ള ഒരു പ്രതികരണത്തിൽ ഈ വിവരങ്ങൾ, തെളിവുകൾ അല്ലെങ്കിൽ ഇത് സംബന്ധിച്ചുള്ള രേഖകൾ അടക്കം അവർ പുറത്തുവിടുമെന്നുള്ള വിവരമാണ് നമുക്ക് ഈ ഘട്ടത്തിൽ പങ്കുവെക്കുവാൻ കഴിയുന്നത്. ജിൽസി.